ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചത്. പിച്ചാത്തി എടുക്കാൻ പോയ സമയത്ത് നോക്കിയപ്പോൾ അതേ കണ്ടോ, ഇവനെ കണ്ടോ? ആ മൊത്തം അവിടെ സൈഡിൽ കിടക്കുന്നുണ്ടല്ലേ. ഭയങ്കര ചൊണ്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഇതാ പരിപാടി. അവനിപ്പോ ഊഞ്ഞാലിന്റെ മണ്ടയ്ക്ക് കയറി ചങ്ങലയുടെ മുകളിൽ കണ്ടോ ഇരിക്കുന്നേ. ആ സമയം കൊണ്ട് ഞാനിത് അരിഞ്ഞു തീർത്തു. ഊഞ്ഞാലിന്റെ ഏറ്റവും മേളിൽ കയറിയിരിക്കുക. രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറേശ്ശെ മതിയല്ലോ എന്ന് വിചാരിച്ചു. വെറ്റിട്ട് വേവിക്കാൻ കുഴച്ച് വേവിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ നോക്കാം, നമുക്ക് അങ്ങനെ എടുക്കാം. അരിഞ്ഞു കഴിഞ്ഞു. ആ അതേ കപ്പ അരിയുന്ന പോലെ അങ്ങ് അരിഞ്ഞാൽ മതി. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെട്ടെന്ന് വേഗം. ഇത് പെട്ടെന്ന് വേവും. ഇത് മധുരക്കിഴങ്ങല്ലേ, അത് നോക്കണം. അതിന് വേവ് വളരെ കുറവുള്ള സാധനം. വെക്കാൻ പോകണം. ഉപ്പിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. അതിനകത്ത് മഞ്ഞപ്പൊടി ഇടണം. ആ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് അടുപ്പിൽ കയറി ഒന്നുകൂടെ ഒന്ന് വേകണം. അതെ, ശർക്കര ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് തേങ്ങായും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊണ്ട് വരാം ഞാൻ. കരിവേപ്പില വേണ്ടേ? കരിവേപ്പില വേറെ ഇടാം. കരിവേപ്പില ഒത്തിരി അരഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ. തേങ്ങ അരച്ചെടുത്തോ? ചതച്ചെടുത്തല്ലേ? ചതച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇത് വീണ്ടും ഇതിനകത്തോട്ട് ഇടാം. ഇതും കൂടെ അരപ്പെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കുഴച്ചൊക്കെ എടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കൂട്ടാണിത്. ആവി തന്നെ കിടന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കണ്ടോ, കപ്പ കുഴച്ച് കഴിക്കുന്ന പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ തീയ ഓഫ് ചെയ്തേക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് കുഴച്ച് വേവിച്ചത് റെഡി. എന്താ കുഞ്ഞോട്ടാ, രാവിലെ ഇന്നലത്തെ ചൂര കറി വെച്ചതുണ്ട്, മുളക് ചമ്മന്തിയുണ്ട്, നമ്മുടെ കാന്താരിയും തൈരും കൂടെ ചേർത്ത് ഉണക്കി വറുത്തെടുത്തതുണ്ട്, പിന്നെ നമ്മുടെ മൽബറിക്ക അച്ചാർ. ഇത്രയേ ഉള്ളൂ, ബാക്കി മൊത്തം തീർന്നു. നല്ല ചൂടാ കപ്പ അല്ലേ? അടിപൊളിയാണ്. കപ്പയൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ടാറ്റ.